ദൈവത്തിന് സ്തോത്രം. തലമേൽ പരിശുദ്ധാത്മ തൈലം അഭിഷേകം നടക്കുന്നത് മനമേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളും മറക്കരുത്. കർത്താവ് ചെയ്ത ചെറുതുമായ എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നന്ദിയാൽ വണങ്ങും ആരാധന. നീ പരിശുദ്ധൻ ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും ബഹുമാനവും ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാനെന്നും യോഗ്യനാ. യേശുവേ നാഥ കർത്തനാം രക്ഷകൻ, പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. പാവനാത്മാവേ ആശ്വാസപ്രദൻ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ജീവനുള്ള കാലത്തോളം
വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ജീവനുള്ള കാലത്തോളം കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഒന്നുമില്ലായി കയ്യിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. 1-ാം അധ്യായം 20 തൊട്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുവാൻ കഴിവുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു. അതിനുവേണ്ടി ക്രൂശിൽ രക്തം ചിന്തി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു. നാം ഓരോരുത്തരും ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയവരായിരുന്നു. നമ്മുടെ തിന്മകൾ, അകൃത്യങ്ങൾ, ലംഘനങ്ങൾ അത് നമ്മെ ശിക്ഷാവിധിക്ക് യോഗ്യരാക്കിയതാണ്. മാത്രമല്ല, പാപം നിമിത്തം പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ് നാം ഓരോരുത്തരും. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം നമുക്ക് പാപക്ഷമ സൗജന്യമായി തന്നു. തന്മൂലം ഇപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ രക്തം മൂലം. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം നീതീകരിക്കപ്പെട്ട നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളല്ല, ദൈവത്തിൻ്റെ മിത്രങ്ങളാണ്. കേവലം മിത്രങ്ങൾ മാത്രമല്ല, പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം യേശുക്രിസ്തുവിനെ ഏക മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ഒരു ദൈവമേയുള്ളൂ. 1 തിമോത്തി 2:5. എന്തുകൊണ്ടെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ അർപ്പിച്ച മനുഷ്യനായ യേശുക്രിസ്തു ഒരു വലിയ വില നൽകി നമ്മെ വീണ്ടെടുത്തു.
എന്നു മുതലാണ് മനുഷ്യൻ തെറ്റിപ്പോയത്? ആദാം പാപം ചെയ്തതോടുകൂടെ മനുഷ്യവർഗം തെറ്റിപ്പോയി. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാൻ സാധിക്കുന്നു. ഉൽപ്പത്തി 2:7-8 വരെ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ദൈവത്തോടുള്ള കൂട്ടായ്മ. ആദാം ഏദനിൽ താമസിക്കുന്നു, പക്ഷെ പാപം ചെയ്തപ്പോൾ പുറത്താക്കപ്പെട്ടു. ആദാം മാത്രമല്ല പുറത്താക്കപ്പെട്ടത്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മൊത്തം മനുഷ്യവർഗത്തിന് അത് ബാധകമായി. എന്നാൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അങ്ങനെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാനുള്ള രക്ഷാകര പദ്ധതി യേശു ക്രിസ്തു മുഖാന്തരം പൂർത്തീകരിക്കപ്പെട്ടു. അതാണ് നാം വായിച്ചത്. കൊളോസ്യ ലേഖനം 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. സമാധാനം എന്ന് പറയുന്നത് പാപം നിമിത്തം മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തോട് രമ്യതയിലായിരുന്നില്ല, സമാധാന ബന്ധത്തിലായിരുന്നില്ല. എന്നാൽ ക്രിസ്തു മുഖാന്തരം ഇവിടെ സമാധാനമുണ്ടായി. പാപനിമിത്തം അകന്നുപോയ മനുഷ്യനും ദൈവവും, പിതാവായി ദൈവവും തമ്മിൽ ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം സ്നേഹബന്ധത്തിലാണ്. പിതൃപുത്ര ബന്ധം ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അവൻ മുഖാന്തരം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ഇനി കൊളോസ്യ ലേഖനം 1:21 നമുക്ക് പ്രവേശിക്കാം. കൊളോസ്യ ലേഖനം 1:21 ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. സത്യവേദ പുസ്തകത്തിൽ മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ഓരോരുത്തരുടെ അവസ്ഥ ഇതാണ്. ഏത് വലിയ ഭവനത്തിൽ കുടുംബ പാരമ്പര്യം പറയാനുള്ള വീട്ടിൽ ജനിച്ചാലും ഭക്തരായ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവരായാലും നമ്മളെല്ലാവരും ആത്മീയമായി മരിച്ചവരായിരുന്നു, ദൈവത്തിൻ്റെ മക്കളായിരുന്നില്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:19-20 വരെ വായിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:19-20 വായിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:19 ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകാശം ഏതാണ്? സൂര്യനോ ചന്ദ്രനോ വീട്ടിലെ ബൾബുകളോ അല്ല. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ പ്രകാശം. മനുഷ്യൻ്റെ ദുഷ്ടത. നമ്മൾ ഭാഗ്യശാലികളാണ്. യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പും പാപമോചനവും പ്രാപിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പാപങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ പാപങ്ങൾ ചെയ്ത് വഷളന്മാരായി നിത്യനരകത്തിന് യോഗ്യരായി തീർന്നേനെ. എന്നാൽ
അത് സംഭവിച്ചില്ല. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി രക്തം ചൊരിഞ്ഞതുകൊണ്ട് നാം ഇപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയും പിതാവായ ദൈവത്തിന് സ്വന്തം മക്കളായി തീരുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ സ്വഭാവം എന്താണ്? ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുടെ സ്വഭാവം എന്താണ്? ഇന്നും ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാതെ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാതെയാണ് മനുഷ്യർ ജീവിക്കുന്നതെങ്കിൽ ഇത്തരം പാപങ്ങൾക്കൊക്കെ അവർ അടിമകളാകും. റോമാലേഖനം 1-ാം അധ്യായം 25 തൊട്ട് വായിക്കുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവർ വെളിച്ചത്തിലേക്ക്, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് വരാൻ മനസ്സില്ലാത്തവരാണ്. ഇപ്പോൾ വായിച്ച ഒരുപാട് പാപങ്ങൾ, ഈ പാപങ്ങളൊക്കെ ഇന്നും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാഗ്യശാലികളാണ്. ഇത്തരം പാപങ്ങൾ ചെയ്ത് ആ പാപത്തിൻ്റെ ശമ്പളമായ നരകശിക്ഷയിൽ പതിക്കാതിരിക്കുവാൻ നമ്മെ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു രമ്യതപ്പെടുത്തി. കൊളോസിയിലുള്ളവർ ആദ്യം പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു മുഖാന്തരം രമ്യതപ്പെട്ടല്ല ജീവിച്ചിരുന്നത്. അന്ന് പല വൃത്തികേടുകളും അവർ ചെയ്തിരുന്നു. പൗലോസ് അവരോട് പറയുകയാണ്, കൊളോസ്യർ 1:21, ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. നമുക്കാർക്കും നമ്മുടെ പാസ്റ്റ്, കഴിഞ്ഞ കാലം, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്ത് അഭിമാനിക്കാനില്ല. ജോലി, പണം, ശാരീരിക സൗന്ദര്യം അക്കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാപസ്വഭാവം, അന്ന് നമ്മൾ ചെയ്തിരുന്ന പാപങ്ങളൊന്നും ഒരുപക്ഷെ സമൂഹത്തിന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, പരസ്യമാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ ചിന്തയിൽ വന്നത്, നോട്ടത്തിൽ വന്നത്. പക്ഷെ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് കൊളോസ്യ സഭയിലെ വിശ്വാസികളോട് പറയുന്നത്, പണ്ട് നിങ്ങൾ ആരായിരുന്നു? പണ്ട് ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. അന്ന് ഇവർ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലാണ്. ആധിപത്യത്തിലായിരുന്നു. അത് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പിതാവായി ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലല്ല, കർത്താവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇനി അവർ വിശുദ്ധരായി ജീവിക്കണം. പണ്ട് അവർ ചെയ്തിരുന്ന വേണ്ടാത്ത പ്രവൃത്തികളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല.
ഇത് തന്നെയാണ് നമ്മെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മുമ്പേ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാകും, പലതും കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അന്ന് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ നമ്മൾ വെളിച്ചമായിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കൊളോസ്യർ 1 ഇനി നമുക്ക് അടുത്ത വാക്യം കൊളോസ്യർ 1:22. Yet he has now reconciled you in his fleshy body through death, in order to present you before him holy and blameless and beyond reproach. കൊളോസ്യർ 1:22 നാം ഇനി പ്രവേശിക്കുന്നത്. എന്നാൽ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എങ്ങനെയുള്ളവരെയാണ് ക്രിസ്തു പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുത്തിയത്, രമ്യതപ്പെടുത്തിയത്? ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇങ്ങനെയുള്ളവരെയാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുത്തിയത്. സത്യവേദ പുസ്തകത്തിൽ 21 തൊട്ട്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഈ നേരത്തെ പറഞ്ഞ വാക്യങ്ങളിലും ഇപ്പോൾ പറഞ്ഞ വാക്യങ്ങളിലും ക്രിസ്തുവിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷ, പാപം ചെയ്ത് പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗം ക്രിസ്തുവിലൂടെ എങ്ങനെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടു, അക്കാര്യമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഹി ഹാസ് നൗ റീകൺസൈൽഡ് യു ഇൻ ഹിസ് ഫ്ലഷി ബോഡി ത്രൂ ഡെത്ത്. മരണം വഴിയാണ്, കാൽവരി ക്രൂശിലെ മരണം വഴിയാണ് മുമ്പേ ദുഷ്പ്രവർത്തിക്കാരായിരുന്ന നമ്മളെ, നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി ക്രിസ്തു പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്. ഹി ഹാസ് നൗ റീകൺസൈൽഡ് യു ഇൻ ഹിസ് ഫ്ലഷി ബോഡി ത്രൂ ഡെത്ത്. ഇപ്രകാരം യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്, അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട് ലേഖനങ്ങളിൽ. ചിലത് മാത്രം വായിക്കുകയാണ്. റോമാലേഖനം 5-10 തൊട്ട് വായിക്കുന്നു. റോമാലേഖനം 5:10 തൊട്ട്, അത് ബൈബിള് തുറന്നിട്ട് ഒന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ്. റോമാലേഖനം 5-1 തൊട്ട്. റോമാലേഖനം 5-10 തൊട്ട്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും കൊളോസ്യ ലേഖനം 1-20 വീണ്ടും കൊളോസ്യ ലേഖനം 1-20 തൊട്ട് വായിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ, അതായത് യേശുവിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ദുഷ്പ്രവൃത്തികൾ വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ മനുഷ്യവർഗം എന്താണ് ചെയ്യേണ്ടത്? യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ക്രിസ്തു
നമ്മെ പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുത്തുവാൻ വേണ്ട ആ രക്ഷാകര പദ്ധതി സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു. എല്ലാം പൂർത്തിയായി ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവപുത്രൻ പ്രഖ്യാപിച്ചു. ഇനി പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത്, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിലൂടെ എനിക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. അവിടുത്തെ രക്തം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. അത് വിശ്വസിക്കുക. കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തു നേടിത്തന്ന ഈ വലിയ രക്ഷ, പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ ക്രിസ്തു പൂർത്തീകരിച്ച ആ രക്ഷാകര പ്രവൃത്തി, അതിൽ വിശ്വസിക്കുവാനുള്ള മനസ്സ് ഒന്നു മാത്രം മതി. ദൈവത്തിൻ്റെ ശത്രുവായി നരകയോഗ്യനായി കഴിയാതെ പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി, ദൈവത്തിൻ്റെ അവകാശികളായി സ്വർഗത്തിൽ സദാകാലം ജീവിക്കുവാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മതി. ക്രിസ്തു ദൈവത്തോട് നിരപ്പിച്ച വിധം, മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ച വിധം റോമാലേഖനത്തിലും വീണ്ടും എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം 23 തൊട്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഏത് സഭാ നേതാവായാലും, ഇതെഴുതിയ പൗലോസായാലും, യേശുവിൻ്റെ അമ്മ മറിയമായാലും, പത്രോസായാലും, എല്ലാവരും, ഇതിൽ മറിയവും പെട്ടിട്ടുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. പക്ഷേ ഇങ്ങനെ അയോഗ്യരായ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ യേശു ചെയ്ത കാര്യമെന്താണ്? അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ക്രിസ്തു വലിയ വില നൽകി, തൻ്റെ സ്വന്തം രക്തം. അങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. അതിന് നമ്മളൊരു വിലയും നൽകിയില്ല. ക്രിസ്തു തന്നിൽ ആശ്രയിക്കുന്നവരെ സമ്പൂർണ്ണമായി വീണ്ടെടുക്കുന്നു, പിതാവായ ദൈവത്തോട് കണക്ട് ചെയ്യുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഏതെങ്കിലും ആചാരം വഴിയല്ല, പണം കൊടുത്ത് ചെയ്യുന്ന പള്ളിക്കർമാദികൾ വഴിയല്ല, തീർത്ഥാടനങ്ങൾ വഴിയല്ല, കൂദാശകൾ വഴിയല്ല, പിന്നെയോ സൗജന്യമായി. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി ലഭ്യമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. വിശ്വാസം വഴി ലഭ്യമാകുന്ന, നമ്മുടെ പ്രവൃത്തികൾ വഴിയല്ല, വിശ്വാസം വഴി ലഭ്യമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി. എന്തുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്തുകൊണ്ട് സ്വന്തം പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷ കിട്ടുന്നില്ല? ദൈവം ഉദ്ദേശിച്ച വിശുദ്ധിയുടെ 100% നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് തികയ്ക്കാനാവില്ല. കുറേ നന്മ പ്രവൃത്തികൾ ചെയ്താലും മറുഭാഗത്ത് തിന്മകൾ നമ്മൾ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൂടാതെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, ആ യാഗം, അതിൻ്റെ യോഗ്യതയിലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇപ്രകാരം പിതാവായ ദൈവത്തോട് ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം രമ്യതപ്പെട്ട എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ വിശുദ്ധിയിൽ ജീവിക്കണം. അതിനെക്കുറിച്ചാണ് ഇനി താഴെ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. എഫേസ്യ ലേഖനത്തിലും അത് കാണാം, ജീവിത വിശുദ്ധിക്ക് വേണ്ട നിയമങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 തൊട്ട്, ഇങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം
ദൈവത്തോടുള്ള ശത്രുത അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായാൽ നമ്മളെത്ര ഭാഗ്യശാലികളാണ്. കാരണം ഒരു കാലത്ത് താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞ നമ്മൾ, നരകയോഗ്യരായിരുന്ന നമ്മളെ യേശു ക്രിസ്തു ഇപ്പോൾ പിതാവായി ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കിയിരിക്കുകയാണ്. നമ്മെപ്പോലെ ഭാഗ്യശാലികൾ വേറെ ആരുമില്ല. അതുകൊണ്ട് യോഹന്നാൻ അപ്പസ്തോലൻ ലേഖനത്തിൽ പറയുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം 1 തൊട്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇനി സെബാസ്റ്റ്യൻ ബ്രദർ റോമാലേഖനം 8-ാം അധ്യായം 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 8-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരിക്കൽ നമ്മൾ ദുഷ്പ്രവർത്തികൾ നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞവരാണ്. അങ്ങനെയുള്ള നമ്മെയാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുത്തിയത്. പിതാവായ ദൈവത്തോട് ക്രിസ്തു മുഖാന്തരം ബന്ധപ്പെട്ട് ദൈവമക്കളായവർ മഹാഭാഗ്യശാലികളാണ്. റോമാലേഖനം 8-15 തൊട്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും നമ്മൾ ധ്യാനിക്കുന്ന വാക്യത്തിലേക്ക് തന്നെ പോകാം. കൊളോസ്യർ 1:22. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഇപ്പോൾ ക്രിസ്തു, പണ്ട് അതിക്രമങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. യെറ്റ് ഹി ഹാസ് നൗ റെക്കൺസൈൽഡ് യു ഇൻ ഹിസ് ഫ്ലഷി ബോഡി. റെക്കൺസൈൽഡ് യു ഇൻ ഹിസ് ബോഡി ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. നാം നമ്മുടെ ശരീരം കൊണ്ടാണ് പാപങ്ങൾ ചെയ്തത്. കാണാൻ പാടില്ലാത്തത് കണ്ടതും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞതും, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചതും ഒക്കെ നമ്മുടെ ശരീരം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വാസ്തവത്തിൽ ലഭിക്കേണ്ടത് വലിയ ശിക്ഷാവിധിയാണ്. എന്നാൽ ഇതാ, യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു മനുഷ്യവേഷത്തിലാണ് വന്നത്, നമ്മെപ്പോലെ ശരീരം. പക്ഷെ ആ ശരീരത്തിൻ്റെ പ്രത്യേകത, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത, പാപം ചെയ്യാത്ത പരിശുദ്ധ ശരീരം, പാപം ചെയ്യാൻ സാധിക്കാത്ത പരിശുദ്ധ ശരീരം. നമ്മുടെ ശരീരമോ
മുഴുവൻ പാപം നിറഞ്ഞത്. അതുകൊണ്ട് പാപനിമിത്തം നമ്മുടെ ശരീരത്തിനാണ് ഘോരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടത്. എന്നാൽ നാം ചെയ്ത തെറ്റിന് നമ്മുടെ ശരീരത്തിലല്ല ശിക്ഷ സ്വീകരിച്ചത്. നാം ചെയ്ത തെറ്റിന് യാതൊരു പാപവും ചെയ്യാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് ശിക്ഷയെല്ലാം വന്നു വീണത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുന്ന് വഹിച്ചു. അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്ത പാപത്തിന് നാം ഏൽക്കേണ്ട ശിക്ഷാവിധി, പീഡനങ്ങൾ ഇതാ ക്രിസ്തു നമുക്ക് പകരമായി തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ കുറ്റവിമുക്തരായത്. അങ്ങനെയാണ് നമ്മൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ദൈവക്രോധത്തിൽ നിന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പിതാവായ ദൈവത്തിൻ്റെ മക്കളായി അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. റോമാലേഖനം 8:3. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമാലേഖനം 8-ാം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. റോമ 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ. പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം, നിയമം കൊടുത്തു. നിയമം വളരെ വിശുദ്ധമാണ്. പക്ഷേ അത് സ്വീകരിച്ച ഇസ്രായേൽ ജനത്തിന് അതിൽ പറഞ്ഞിരിക്കുന്ന ഉന്നതമായ നിയമങ്ങൾ അവരുടെ ശരീരം കൊണ്ട് നിറവേറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പാപം ചെയ്തു. എന്തിനാണ് ദൈവം മോശ വഴി നിയമം കൊടുത്തത്? ഈ നിയമങ്ങൾ, മോശയ്ക്ക് ലഭിച്ച ന്യായപ്രമാണം ഇസ്രായേൽ ജനത സമ്പൂർണമായി അനുസരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നീതീകരണം കിട്ടുമായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ, ആ നിയമം പാലിക്കുവാൻ തക്ക രീതിയിലുള്ള ശാരീരിക ശേഷി അവർക്കില്ല. അവരുടെ ജഡത്തിൻ്റെ ബലഹീനത, ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം അവർ ആ ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ. ന്യായപ്രമാണം കൊടുത്തതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതിൽ പറയുന്ന നിയമങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ ദൈവം പ്രസാദിക്കുകയും ഇസ്രായേൽ മക്കൾക്ക് നീതീകരണം കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ന്യായപ്രമാണത്തിന് ഇസ്രായേൽ മക്കളെ നീതീകരിക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് ഇസ്രായേൽ മക്കളുടെ പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനേ പറ്റിയുള്ളൂ. അപ്പം ന്യായപ്രമാണത്തിന് കഴിയാത്തൊരു കാര്യം സാധിപ്പിക്കുന്നത് ആരാണ്? യേശുക്രിസ്തുവിന് മാത്രമേ ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യം സാധിപ്പിക്കാൻ സാധിക്കൂ. ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യം സാധിപ്പിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതെങ്ങനെ ക്രിസ്തു സാധിപ്പിച്ചു? തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ലംഘനങ്ങൾ അവിടുന്ന് ചുമന്നു. റോമാലേഖനം 8:3. ശരീരത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപജഡമായിട്ടല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യമായി ഒരു മനുഷ്യ ശരീരം. ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, പക്ഷേ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നത്. എന്തിനാണ് വന്നത്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ. ന്യായപ്രമാണം എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് കൊടുത്തത്? ആ ലക്ഷ്യം നിറവേറിയില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പമല്ല, ശരീരത്തിൻ്റെ ബലഹീനത. ആ ന്യായപ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കളുടെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം കൊണ്ട് അവർക്ക് നീതീകരണം കിട്ടിയില്ല. മറിച്ച് അവർ കൂടുതൽ ലംഘനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന പ്രമാണങ്ങൾ തെറ്റിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാത്ത ആ മഹാകാര്യം സാധിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം സ്വന്തം പുത്രനെ മനുഷ്യ ശരീരത്തോടെ അയച്ചത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും
പാപം നിമിത്തം അയച്ചു. പാപം നിമിത്തം അയച്ചു. ആരുടെ പാപം നിമിത്തം? എൻ്റെയും നിങ്ങളുടെയും പാപം നിമിത്തമാണ് പിതാവായി ദൈവം സ്വന്തം പുത്രനെ അയച്ചത്. നമ്മളാരും, മനുഷ്യവർഗം മൊത്തം ഒരു പാപവും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിന് സ്വന്തം പുത്രനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ പിതാവായ ദൈവം സ്വന്തം പുത്രനെ അയച്ചത് പാപം നിമിത്തമാണ്. എൻ്റെയും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെയും സകല മനുഷ്യവർഗത്തിൻ്റെയും. കാരണം എൻ്റെ പാപത്തിന് പരിഹാരം വരാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകും. ഞാൻ മാത്രമല്ല, സകലരും അങ്ങനെ തന്നെയാണ്. ഒടുവിൽ അവിടെയാണ് വന്നു വീഴുന്നത്, പാപത്തിന് പരിഹാരം കിട്ടാതെ മരിക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ യേശു എന്താണ് ചെയ്തത്? ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പാപം നിമിത്തമാണ് ദൈവപുത്രനെ അയച്ചത്. എന്നിട്ട് പറയുന്നത്, പാപത്തിന് ജഡത്തിൽ, അതായത് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. നാം ചെയ്ത പാപത്തിന് നമ്മുടെ ശരീരത്തിലാണ് ശിക്ഷ വിധിക്കേണ്ടത്. പക്ഷേ പരിശുദ്ധനായ, പാപം ചെയ്യാത്ത, പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രൻ്റെ മേലാണ് നമ്മുടെ പാപത്തിന് ശിക്ഷ ലഭിച്ചത്. നമ്മൾ കൈകൊണ്ട് പാപം ചെയ്തു. ക്രിസ്തുവിൻ്റെ കൈകളിലാണ് ആണി തുളയ്ക്കപ്പെട്ടത്. നമ്മുടെ തല കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചു. ക്രിസ്തുവിൻ്റെ ശിരസിലാണ് മുൾമുടി അണിഞ്ഞത്. നമ്മുടെ ശരീരം കൊണ്ട് ലജ്ജാകരമായ പാപങ്ങൾ ചെയ്തു. യേശുവിൻ്റെ പരിശുദ്ധ ശരീരത്തിലാണ് ചാട്ടയടി ഏറ്റത്. ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നാം ചെയ്ത പാപത്തിന് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരത്തിലാണ് ശിക്ഷ വിധിച്ചത്. അങ്ങനെയാണ് നാം നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സെബാസ്റ്റ്യൻ ബ്രദർ ഏശയ്യ 53:5-8 വരെ വായിക്കും. ഏശയ്യ 53:5-8 വരെ. യേശയ്യ 53:5-8 വരെ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നാം ചെയ്ത പാപത്തിന് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരത്തിലാണ് ശിക്ഷ വിധിച്ചത്. അതിനെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് വായിക്കട്ടെ. ഏശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? ഇപ്രകാരം ക്രിസ്തു
നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്ത പാപത്തിന് അവിടുത്തെ പരിശുദ്ധ ശരീരത്തിൽ ആ തെറ്റിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റു. അക്കാരണത്താലാണ് നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ അപ്രകാരമാണ് രമ്യതപ്പെട്ടത്. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതാണ് നാം ധ്യാനിക്കുന്ന ഭാഗം. അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു, റെക്കൺസൈൽഡ് ചെയ്തു, അനുരഞ്ജിതരാക്കി. അതായത് ആ മരണം നടന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ സാധിക്കുകയില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിച്ച് വീണ്ടും തിരുവചന ധ്യാനത്തിലേക്ക് വരാം. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആക്സസ് ലഭിച്ച നമുക്ക് നന്ദിയോടെ അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ഒരു കാലത്ത് ദുഷ്പ്രവർത്തികാരും ഒരു കാലത്ത് ദൈവത്തിൽ ദൈവത്തെ ഇപ്പോഴിതാ ദൈവത്തിന്റെ സ്വന്തം ജനമായി വിശുദ്ധ വംശമായി രക്തത്താൽ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകപ്പെട്ടു. പ്രകാരം ഒരു വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് തന്നതിനാൽ എല്ലാവർക്കും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, നന്ദിയോടെ അവിടുത്തെ മഹാകരുണയ്ക്കായിട്ട് മനമേ യഹോവയെ വാഴ്ത്തു. കർത്താവ് ചെയ്ത എല്ലാ പ്രിയപുത്രൻ കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവനെ കുറ്റമില്ലാത്തവരായിട്ട് നീതിമാന്മാരായ പരിശുദ്ധൻ പരിശുദ്ധൻ കഷ്ടം സഹിച്ചത് ഞങ്ങൾ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം കർത്താവെ. ആത്മീയമായി ഭൗതികമായി എല്ലാ മേഖലയിലും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ തെളിവ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ ആയിരം കോടാനുകോടി സ്തോത്രം. കോടാനുകോടി സ്തോത്രം. ഹല്ലേലൂയ. ബലഹീനതയിൽ ശക്തിയും തന്ന് ഞങ്ങളെ ബലപ്പെടുത്ത കർത്താവ് പോലെ ഞങ്ങളെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലെല്ലാം കൂട്ടായത് ഞങ്ങളെ ശക്തിപ്പെടുന്ന ശാന്തമാക്കുക, കടലെ അടങ്ങുക എന്ന് പറഞ്ഞ് എല്ലാ പ്രതികൂലങ്ങളും ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ അവിടുന്ന് തരുന്ന എല്ലാ പരിപാലനത്തിനായിട്ടും അത്ഭുതകരമായ അങ്ങ് ഞങ്ങളെ വഴി ഇതിലൂടെ പോവുക. ഇതാണ് വഴി ഇതിലൂടെ പോവുക. അവിടുത്തെ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും 1000 കോടി കോടാനുകോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, ആകാശം ഭൂമി അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകാശം ഭൂമി കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലെല്ലാം അടങ്ങി യേശു ക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വനായി പറയുന്നു.
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മഹത്വം മഹത്വം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് എന്റെ സ്തോത്രം. ദൈവമേ. ഹല്ലേലൂയ, 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 ദൈവത്തിന് ഹല്ലേലൂയ. മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായവനെ സ്തോത്രം. ഹല്ലേലൂയ. മഹത്വവും സ്തോത്രവും സ്തുതിയും സകലവും സ്വീകരിക്കുവാൻ യോഗ്യനായവനെ സ്തോത്രം. ഇപ്പോഴും കൈപിടിച്ച് നടത്തിയ കർത്താവിന് സ്തോത്രം. പിതൃതോളം താങ്ങി നടത്തിയ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരാധനയ്ക്ക് യോഗ്യനായവനെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ, കർത്താവേ അപ്പാ. ദൈവമേ ഹല്ലേലൂയ. കർത്താവേ അപ്പാ. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിലെ ഹല്ലേലൂയ. 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 എന്റെ ദൈവമേ എന്റെ കർത്താവേ പ്രസാദം യേശുവേ തോന്നുന്നു. സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. മഹത്വം. അങ്ങ് ഞങ്ങൾ പാവങ്ങളെ യേശുവേ എന്റെ ദൈവമേ. ഓ യെസ് ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഞങ്ങൾ തൃപ്തരാകുന്നു. എന്റെ ദൈവമേ എന്റെ കർത്താവേ മനസ്സുപകർന്നവരെ എന്റെ ദൈവമേ എന്റെ കർത്താവേ തക്ക സമയത്ത് ഞങ്ങളെ ശക്തി തരുന്ന കർത്താവിന് സ്തോത്രം. അപ്പാ ഇതിനകത്തുനിന്ന് കൈ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞങ്ങളെ വലിച്ചെടുത്ത് ഓ യെസ് ലോർഡ്. കരകയറ്റിയ കർത്താവിന് സ്തോത്രം. ദൈവമേ ബലമുള്ള കർത്താവിന്റെ ഹല്ലേലൂയ. കയ്യിൽ ഞങ്ങളെ രക്ഷിച്ച ഹല്ലേലൂയ. കർത്താവിന് ഹല്ലേലൂയ. സ്തോത്രം. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം. രാജ്യത്തിലേക്ക് ഞങ്ങളെ ഓ ചേർത്ത ജീസസ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാജനീയ പുരോഹിതന്റെ ഹല്ലേലൂയ അപ്പാ. സ്വന്തം ജനവുമാണ്. ഞങ്ങൾക്ക് സ്വർഗീയ പൗരത്വം തന്ന ദൈവമേ കർത്താവിന് സ്തോത്രം സ്തോത്രം. ചെയ്യുന്നു. ഞങ്ങൾക്ക് നിത്യജീവൻ തന്ന കർത്താവിന് കർത്താവേ സ്തോത്രം. എന്റെ ദൈവമേ ദൈവത്തിന്റെ അവകാശികളാക്കി ഞങ്ങളെ അപ്പാ മാറ്റിയ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഞങ്ങളിൽ എന്റെ ദൈവമേ എന്റെ വെളിപ്പെടാനിരിക്കുന്ന കർത്താവേ തേജസ് ഓർത്ത് മഹത്വം. ഞങ്ങളെ എന്റെ സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്ന മഹാ തേജസ് ആമേൻ. ഓർത്തുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, എന്റെ കർത്താവിന് ദൈവമേ മഹത്വം, സ്തുതിക്കുന്നു രാജാതി കർത്താവേ. രാജാവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് സ്തോത്രം, യേശുവേ കർത്താവിന് സ്തോത്രം. സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സ്തോത്രം സ്തോത്രം പരിശുദ്ധൻ, സ്തോത്രം നീ സ്തോത്രം. എന്നും സ്തുത്യൻ. ശിഖപക്ഷന്തര ദൈവമേ നീ മാത്രം ദൈവത്തിന് മഹത്വം. ദൈവത്തിന് യോഗ്യനാം. മഹത്വം. ദൈവത്തിന് മഹത്വം. ഓ ആരാധനയും യെസ് സ്തുതി ലോർഡ്. ബഹുമാനവും ഹല്ലേലൂയ. 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 എന്നും യെസ് ലോർഡ്. നീയോഗ്യനാം. ആരാധനയും ആമേൻ. സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ എന്നോടെ താതൻ നീ ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നേരം എന്നുമെന്നും ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. 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 വീണ്ടും നമുക്ക് വചനധ്യാനത്തിലേക്ക് വരാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം.
നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങളല്ല നമ്മെ പിതാവായി ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്. കാരണം അത്ഭുതങ്ങൾ സ്വീകരിച്ച് പലരും നന്ദി കാണിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത് തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ആ മരണം ഒരു സാധാരണ മരണമല്ല. പ്രകൃതി ശക്തികൾ പോലും ഞെട്ടിവിറച്ച ഒരു മരണം. മത്തായി 27:49 തൊട്ട്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയാവ് വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അത് സാധാരണ ഒരു മരണമായിരുന്നില്ല. ആ മരണമാണ് നമ്മെ പിതാവായി ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്. പാറ പിളർന്നു, പാരിളകുന്നു, പാവനമൃതരുയിരാർന്നു ഹാ. കീറുകയായി തിരശീലയും തന്നെ നേരം സൂര്യനിരുണ്ടുപോയി. പാറ പിളർന്നു, പാരിളകുന്നു, പാവനമൃതരുയിരാർന്നു ഹാ. കീറുകയായി തിരശീലയും തന്നെ തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നീസ്തുലം. പൗലോസ് യേശുക്രിസ്തു മുഖാന്തരം ഈ വിശ്വാസികളെ ദൈവത്തിലേക്ക് യേശുക്രിസ്തു അടുപ്പിച്ചു. അക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതാണ് പറയുന്നത്. ഇവർ പണ്ട് ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു, നരകയോഗ്യരായിരുന്നു. അങ്ങനെയുള്ളവ ഇവരെ യേശുക്രിസ്തു തൻ്റെ മരണം മൂലം പിതാവായി ദൈവത്തോട് രമ്യതപ്പെടുത്തി. ഇനി ഇവർക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം ഞാൻ ദൈവത്തോട് പിതാവിനോട് രമ്യതപ്പെട്ടു, ഓക്കെ, അതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ പൗലോസ് തുടർന്ന് ഇനി ഇവർക്ക് നൽകുന്നത് ജീവിത വിശുദ്ധിക്കുള്ള നിയമങ്ങളാണ്. കൊളോസ്യർ 1:22 നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എന്തിനാണ് ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ശരീരത്തിൽ ഇവരെ പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത്? അതെന്തിനാണെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ മുമ്പിൽ വിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. പണ്ട് ഇവരുടെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ക്രിസ്തു മുഖാന്തരം പിതാവായി ദൈവത്തോട് രമ്യതപ്പെട്ടതുകൊണ്ട് ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും പോകരുത്. ഇവരെ വിളിച്ചവൻ പരിശുദ്ധനായതുകൊണ്ട് എല്ലാ നടപ്പിലും പത്രോസ് പറയുന്നത് പോലെ ഇവർ വിശുദ്ധരായേ പറ്റൂ. ഇതേ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 10 വരെ വായിക്കുന്നു. ഇനി പഴയതിലേക്ക് പോകാൻ പാടില്ല. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി
ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ മരണം മൂലം പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടിരിക്കുന്ന സകല ദൈവമക്കൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ വിളിച്ച കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മളെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്. യേശു പറഞ്ഞിരുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനുമാണ്. ആ മരണമാണ് നമുക്ക് ഈ സമൃദ്ധിയായി ജീവൻ തന്നത്. വീണ്ടും കൊളോസ്യ ലേഖനം 1:22 കൊളോസ്യ 1:22, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഇൻ ഓർഡർ ടു പ്രസൻറ്റ് യു ബിഫോർ ഹിം. പിതാവായ ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരായി നമ്മെ നിർത്തണം. യെറ്റ് ഹി ഹാസ് നൗ reconciled you in his fleshy body through death, in order to present you before him holy and blameless and beyond reproach. To present you before him holy and blameless and beyond reproach. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ കളങ്കമറ്റവരായി നിർത്തണം. അക്കാര്യം വേറെ പല വചനഭാഗങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവായ ദൈവത്തോട് ക്രിസ്തുവിൻ്റെ മരണം മൂലം രമ്യതപ്പെട്ട ഒരു വിശ്വാസി പോലും ഇനി ലോകത്തോട് അനുരൂപരായി ജീവിക്കാൻ പാടില്ല. ഇതേ കൊളോസ്യ ലേഖനത്തിൽ തന്നെ 1:28 കൊളോസ്യ 1:28 നമ്മോട് പറയുന്നത്, അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അജ്ഞതയുടെ കാലഘട്ടത്ത് പലതും കാണിച്ചിട്ടുണ്ടാകാം. പക്ഷേ ക്രിസ്തു മുഖാന്തരം അനുരഞ്ജിതരായാൽ ക്രിസ്തു എന്ന തലയോളം വളരണം, പക്വത പ്രാപിച്ചവരാകണം. അതിനുവേണ്ടിയാണ് പൗലോസ് തീവ്രശ്രമം നടത്തിയത്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി. ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി, എല്ലാവരെയും പണക്കാരാക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ 1:22, ഇൻ ഓർഡർ ടു പ്രസൻറ്റ് യു ബിഫോർ ഹിം. കൊരിന്ത്യ ലേഖനവും അപ്രകാരം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:14, 2 കൊരിന്ത്യർ 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ആരാണ്? യേശുവിനെ ഉയർപ്പിച്ചത് പിതാവായ ദൈവം. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും. ഈ കൊരിന്ത്യ വിശ്വാസികളെയും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ മണവാട്ടി നിൽക്കുന്ന ഒരു നാളുണ്ട്. കറയും ചുളുക്കവും ഇല്ലാത്ത പരിശുദ്ധയായ ക്രിസ്തുവിൻ്റെ കാന്ത. ഒരു രീതിയിലും നമ്മുടെ ജീവിത വസ്ത്രം കളങ്കം കൊണ്ട് നിറയാൻ പാടില്ല. കാരണം നമ്മൾ ആരാണ്? യേശുവിൻ്റെ മരണം വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി. ക്രിസ്തുവിൻ്റെ ആരാണ് നമ്മൾ?
ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. നമ്മുടെ വിവാഹം വരാനിരിക്കുന്നേയുള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 തൊട്ട് വായിക്കുന്നു. അതിനു മുമ്പ് 2 കൊരിന്ത്യർ 11-ന്റെ 2 തൊട്ട് 2 കൊരിന്ത്യർ 11-ന്റെ 2 തൊട്ട് എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതാണ് ഭയം. ക്രിസ്തുവിൻ്റെ കാന്തയുടെ വസ്ത്രത്തിൽ അഴുക്ക് പുരളാൻ പാടില്ല. ഒരു പാസ്റ്ററുടെ ഭയം അതായിരിക്കണം. വിശ്വാസികളുടെ ജീവിത വസ്ത്രത്തിൽ കറ പുരളുന്നുണ്ടോ? അതാണ് ഭയം. എനിക്ക് നിങ്ങളോട് പൗലോസ് പറയുന്നു, എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടത്. പൗലോസിൻ്റെ മുമ്പാകെ നിൽക്കുകയല്ല, ക്രിസ്തുവിൻ്റെ വധു പൗലോസിൻ്റെ മുമ്പാകെയല്ല ഇനി നിൽക്കാൻ പോകുന്നത്. നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അക്കാര്യം പറയുന്നുണ്ട്. എഫേസ്യർ 1-ാം അധ്യായം 3 തൊട്ട് 4 വരെ അതൊന്ന് എടുക്കട്ടെ. എഫേസ്യ 1-ാം അധ്യായം. നാം അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഓക്കെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 തൊട്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. അതിനുവേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തത്. ഇപ്പോഴത്തെ പാസ്റ്റർ, സഭയിലെ പാസ്റ്റർ അത്ര വിശുദ്ധിയെക്കുറിച്ച് നിഷ്കർഷമുള്ളവനല്ല. അതുകൊണ്ട് എന്തെങ്കിലും പാപം ചെയ്താലും കുഴപ്പമില്ല, പാസ്റ്റർ ഒന്നും പറയുകയില്ല. നോ, നമ്മളെ ആരെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പാസ്റ്റേഴ്സ് വരും പോകും, പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്തവൻ മാറുന്നില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഒടുവിൽ നമ്മൾ എവിടെ വന്ന് നിൽക്കണം? ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ആരുടെ മുമ്പാകെയാണ് വിശുദ്ധരായി ജീവിക്കേണ്ടത്? ദൈവത്തിൻ്റെ മുമ്പാകെ. ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധരായി ജീവിക്കുന്നു. ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ട രീതിയിൽ കാന്തയുടെ തേജസ്സോടുകൂടെ, ക്രിസ്തുവിൻ്റെ കാന്തയുടെ തേജസ്സോടുകൂടെ അവിടുത്തെ മുന്നിൽ നിൽക്കും. അവിടുത്തെ മുന്നിൽ അന്ന് നിൽക്കണമെങ്കിൽ ഇന്ന് ഓരോ ദിവസവും ദൈവത്തിൻ്റെ മുമ്പാകെ നിർമ്മലരും വിശുദ്ധരുമായി ജീവിക്കണം. മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി വിശുദ്ധി അഭിനയിക്കാം, പക്ഷേ പ്രയോജനമില്ല. അകവും പുറവും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്. നമ്മൾ വാസ്തവത്തിൽ അത്ര വിശുദ്ധരൊന്നും അല്ലാതിരിക്കെ വിശുദ്ധരാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റായ ധാരണ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. ഒരു പ്രയോജനവുമില്ല. കാരണം നാം തൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. നാം ധ്യാനിക്കുന്ന കൊളോസ്യ 1:22 ഇൻ ഓർഡർ ടു പ്രസൻറ്റ് യു ബിഫോർ ഹിം. പിതാവായ ദൈവത്തിന് മുമ്പാകെ പുത്രൻ്റെ മണവാട്ടി എങ്ങനെയുള്ള മണവാട്ടിയായിരിക്കും? യൂദ എഴുതിയ ലേഖനം 1:24 തൊട്ട് വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും. തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും. ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ വരവിൽ ഞാൻ കളങ്കരഹിതനായി അവിടുത്തെ സന്നിധിയിൽ നിൽക്കാനുള്ളവളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ മണവാളൻ ഇതാ വരാൻ സമയമായി. മണവാട്ടിയായി ഞാൻ ഒരു വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. സൽപ്രവൃത്തികൾ കൊണ്ടുള്ള വിശുദ്ധിയുടെ വസ്ത്രം. ഒരു രീതിയിലും അഴുക്ക് പിടിച്ച വസ്ത്രം ഞാൻ അണിയുകയില്ല. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ കാന്തയാണ്. ഞാനിവിടെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുന്നത് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇവിടെ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. എന്നെക്കുറിച്ച് ചിലർ തെറ്റിദ്ധരിച്ചു എന്ന് വരാം. കാപഢ്യമുള്ളവൾ എന്നൊക്കെ പറഞ്ഞു എന്ന് വരാം. അവർക്കൊന്നും എന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. എനിക്ക് ദൈവത്തിൻ്റെ അംഗീകാരമാണ് വേണ്ടത്, മനുഷ്യരുടേതല്ല. കാരണം ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ അവിടുത്തെ മുമ്പാകെ നിൽക്കാനുള്ളവളാണ്. ഇൻ ഓർഡർ ടു പ്രസൻറ്റ് യു ബിഫോർ ഹിം. ആ നാളുകൾ അടുത്തു. അതുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കണം. ഇന്നത്തെ വചനപ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുക കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ദുഷ്പ്രവർത്തിക്കാരും കർത്താവ് ദൈവത്തിൻ്റെ ശത്രുക്കളും ദൈവത്തിൽ നിന്ന് അകന്നവരുമായിരുന്നു ഞങ്ങളെ കർത്താവെ അങ്ങയോട് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവിടുത്തെ ശരീരത്തിൽ കർത്താവെ ഞങ്ങൾ ശരീരത്തിൽ ചെയ്ത എല്ലാ ദോഷത്തിനും അവിടുത്തെ പുത്രൻ്റെ ശരീരത്തിൽ കർത്താവെ ഉപദ്രവമുണ്ടായി വലിയ കഷ്ടമേറിയ മരണം മരിച്ച് കർത്താവെ അവിടുത്തെ ശരീരത്തിൽ ഞങ്ങളുടെ പാവങ്ങളെ ഏറ്റുകൊണ്ട് ക്രൂശിൽ കയറി കർത്താവെ പിതാവിനോട് ഞങ്ങളെ ധരിപ്പിച്ചു. ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ നീതി ഞങ്ങൾക്ക് തന്നു. കർത്താവ് ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് നിർത്തുവാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ കഷ്ടം സഹിച്ച കർത്താവെ അങ്ങേ മാതൃകയാക്കി ജീവിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിലുള്ളവർ കർത്താവെ ഞങ്ങൾക്ക് എതിരെ ദോഷങ്ങൾ പറഞ്ഞാലും ദൈവം അങ്ങയുടെ മുമ്പാകെ ഒരു ദിവസം നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദൈവം മുമ്പാകെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്നുള്ള ഒരേ ഒരു ചിന്തയോടുകൂടി കർത്താവെ കളങ്കമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായി തരുമാറാണമേ. പ്രാർത്ഥന കേടുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവോടെ കേൾക്കണം പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാവട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ പറയണമേ. എല്ലാ നന്മകളെ പ്രതിയും കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാന്തമായി രാത്രി കിടന്നുറങ്ങാനും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ചിലര് പകലാണ്, പലർക്കും അവർക്ക് ഡ്യൂട്ടി ചെയ്യാനും കർത്താവ് സഹായിക്കട്ടെ. ജോയ് ബ്രദറെ